ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറഞ്ഞ ടൈം കൊണ്ട് റെഡിയാക്കാൻ കഴിയുന്ന നാടൻ സ്റ്റൈലിലുള്ളൊരു മോരുകറിയാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 1/4 കിലോ കുമ്പളങ്ങയാണ്. അത് ഞാനിവിടെ ചെറുതായി മുറിച്ചെടുത്ത കുമ്പളങ്ങ വേവിച്ചെടുക്കാൻ ഞാനൊരു മൺചട്ടിയാണ് എടുക്കുന്നത്. ഇതിനു പകരം നിങ്ങൾക്ക് കുക്കറും ഉപയോഗിക്കാം. മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും 3 പച്ചമുളക് മുറിച്ചെടുത്തതും ചേർത്തു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കുമ്പളങ്ങ ഇവിടെ തിളച്ച് വന്നു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളും ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു തേങ്ങയുടെ പകുതി ഭാഗം എടുക്കുക. ഇനി ഇതിലേക്ക് 2 അല്ലി വെള്ളുള്ളിയും 1 പച്ചമുളകും 1/2 സ്പൂണ് ഉലുവയും 1/2 സ്പൂണ് പെരിഞ്ജീരകവും 1/2 സ്പൂണ് കുരുമുളകും 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും എടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുകളും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത തേങ്ങയിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കണം. എൻ്റെ കയ്യിലുള്ള തൈരിന് അല്പം പുളി കുറവുള്ളത് കൊണ്ട് ഈ ടൈമിൽ ഞാൻ 2.5 കപ്പ് തൈരാണ് ചേർത്തത്. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കുമ്പളങ്ങ ഇവിടെ റെഡിയായി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഇതിലെ ടേസ്റ്റ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും തൈര് അടിച്ചെടുത്തതും ചേർത്ത് കൊടുക്കണം. ഇനി തീ കുറച്ചതിന് ശേഷം അല്പം കറിവേപ്പിലയും ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ നിങ്ങൾ തൈര് ചേർക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഇളക്കി കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി ചൂടായി വന്നു. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇത് ചൂടായി വന്നതിലേക്ക് 1 സ്പൂണ് കടുകും 2 ഉണക്കമുളകും ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇത് മോരുകറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാതെ 2 മിനിറ്റ് അടച്ച് വെക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മോരുകറി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ നാടൻ സ്റ്റൈലിലുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.